സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാം കൂട്ടുകാർ, എല്ലാവർക്കും സുഖല്ലേ? നോക്കൂ, 2026 10th പ്രിലിംസ് വരാൻ പോവുകയാണ്. ജൂലൈ 18 തീയതിയാണ് ആദ്യഘട്ട പരീക്ഷ. നിങ്ങൾ എഴുതാൻ പോകുന്ന ബീവറേജ് എൽഡി ക്ലർക്ക് എക്സാം, കമ്പനി ബോർഡ് LGS, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിയമനം നടക്കുന്ന, നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കമ്പനി ബോർഡ് LGS, അതിന്റെ പ്രിലിംസ് എക്സാം. പ്രിലിംസിന് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സുകൾ നോക്കൂ, സൂപ്പർ ഫാസ്റ്റ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കേരള ജോഗ്രഫിയാണ്. ആ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. കൂട്ടുകാരെല്ലാവരും കേരള ജോഗ്രഫി പോയി കാണുക. നമ്മൾ ഇനി PYQ 2022 മുതൽ ഇങ്ങോട്ട് നടന്ന 10th പ്രിലിംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ടോപ്പിക് വൈസ്, ഇപ്പൊ കേരള ജോഗ്രഫി ആണെങ്കിൽ അതിന്റെ ചോദ്യങ്ങൾ മുഴുവനും, കേരള ഹിസ്റ്ററി ആണെങ്കിൽ അതിന്റെ ചോദ്യങ്ങൾ മുഴുവൻ എടുത്തിട്ട് കണക്ടിങ് ഫാക്ട് പഠിക്കുകയാണ്. നിങ്ങൾക്ക് കട്ടക്ക് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് തീർക്കും. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ സംശയമാണ്, സാറേ ഓരോന്ന് പ്രത്യേകമായിട്ട് തരാമോ, കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കാണുക. 10th പ്രിലിംസ് യൂട്യൂബ് ഒക്കെ നോക്കി പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷനോ ഏതൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പഠിച്ചാലും യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണണം. നോക്കൂ, 10th പ്രിലിംസിന് 10 മാർക്ക് നമുക്കറിയാം. കേരള ചരിത്രം 10, ഇന്ത്യൻ ചരിത്രം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഉൾപ്പെടെ 10 മാർക്കാണ്. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി 10, കേരള ജോഗ്രഫി 10. ഇങ്ങനെയാണ് അതിന്റെ മാർക്ക് വരുന്നത് അല്ലെ. അതിനുശേഷം നമുക്ക് ഫിസിക്കൽ സയൻസ് 10 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഭരണഘടന 10 മാർക്ക് ഉണ്ട്. നാച്ചുറൽ സയൻസ് 10 മാർക്ക് ഉണ്ട്. പിന്നീട് 10 മാർക്ക് കറണ്ട് അഫയേഴ്സും 20 മാർക്ക് മാത്സുമാണ്. മക്കളെ, നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഓരോ ദിവസവും ഓരോ സബ്ജക്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. അങ്ങനെ പഠിച്ച് നമുക്ക് എളുപ്പം ഒരു 50-60 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഇന്ന് ഈ വീഡിയോ ചെയ്തതിനു ശേഷവും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് 60 ദിവസത്തിന് മുകളിലുണ്ട്. സുഖസുന്ദരമായി നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് ഫയൽ, ഒരു PYQ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. മാത്സ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഉണ്ടാവും, കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് നോക്കൂ, ഹിസ്റ്ററിക്ക് ഒരു കോഴ്സ് നമ്മുടെ ചാനലിനകത്ത് ഹിസ്റ്ററി ക്ലാസ്സുകൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളത് മാത്രം എന്ന് വെച്ചാൽ കുറച്ചധികം പോയിന്റ്സ് 10th മെയിൻസിന് കൂടിയാണ്. നിങ്ങൾ ഒരിക്കലും പ്രിലിംസിന് മാത്രമല്ലല്ലോ പഠിക്കുന്നത്. ഈ വർഷം കമ്പനി ബോർഡ് LGSന്റെ മെയിൻ എക്സാം ഉണ്ട്. LGSന്റെ ചാനലാണ് നമ്മുടെ ഈ സെക്കൻഡ് ചാനൽ. നമുക്ക് 2 ചാനലുണ്ട്, സ്ട്രൈക്കർ കോച്ചിങ്ങും സ്ട്രൈക്കർ PSCയും. സ്ട്രൈക്കർ PSC എന്ന് പറഞ്ഞ ഈ ചാനൽ പുതുതായി എടുത്ത മുഴുവൻ ക്ലാസ്സുകളുമാണ് എന്റെ പിറകിൽ കാണുന്നത്. ഇതെല്ലാം എന്താണ്? ഹിസ്റ്ററി ക്ലാസ്സുകൾ മാത്രമാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ്, പ്രധാനമന്ത്രിമാര്, വൈസ്രോയിമാര് ഒക്കെയുണ്ട്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ടോപ്പിക്കാണ്. എക്കണോമിക്സ് മാത്രമല്ല. അതുപോലെ തന്നെ SCERT ചാപ്റ്റർ, ഏറ്റവും പുതിയ SCERT 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും ഒക്കെ എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലേലിസ്റ്റ് പോയിട്ട് ക്ലാസ്സുകൾ കാണുക. നമുക്ക് ഇതുവരെ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് പ്രിലിംസിന് ചോദിച്ച ഹോട്ട് ഏരിയ ടോപ്പിക്കുകൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് 20 ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് 57 കലാപം വരുന്നുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യകാലത്ത് നടന്ന കലാപങ്ങൾ, കർഷക കലാപങ്ങൾ, പ്ലാസി, ബക്സാർ മുതലായ യുദ്ധങ്ങൾ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ബ്രിട്ടീഷുകാരുടെ ആഗമനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവരുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ, സ്വദേശി മൂവ്മെന്റ്, 1906 സ്വദേശി മൂവ്മെന്റ്, 1906 മുസ്ലിം ലീഗിന്റെ രൂപീകരണം, 1905 ബംഗാൾ വിഭജനം, 1920 നിസ്സഹകരണ പ്രസ്ഥാനം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പത്രങ്ങൾ, ഓരോ പ്രമുഖ ആളുകളുടെ പത്രങ്ങൾ, ഒരു 10-15 എണ്ണം നന്നായി പഠിച്ചാൽ ആ മാർക്ക് കിട്ടും. സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യവും കലയും എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിത്രകലകൾ ആ സമയത്ത് വന്നിരുന്നു അല്ലെ, ഒരുപാട് രചനകൾ വന്നിരുന്നു. ഇതെല്ലാം SCERTക്കകത്തുണ്ട്, അത് പഠിച്ചെടുക്കുക. ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ദാദാഭായ് നവറോജിയും തിലകനും ഗോഖലെയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മദൻ മോഹൻ മാളവ്യ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ടാഗോർ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ പഠിക്കുക. ഗാന്ധിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, ചമ്പാരനും അഹമ്മദാബാദ് തുണിമിൽ സമരം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഓരോരോ സമരങ്ങൾ എടുക്കുക, ഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ എടുക്കുക, അത് പഠിക്കുക. നമുക്കതൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം കൃത്യമായി ക്ലാസ് ഞാൻ നൽകുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാരെ കുറിച്ച് പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ചാൽ മതി. ഒട്ടമേ സമ്മേളനങ്ങൾ പഠിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഒരുപാടുണ്ട്. നാവിക കലാപം, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള സമരങ്ങൾ നിങ്ങൾ പഠിക്കണം. ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, ഇപ്പൊ കോത്താരി കമ്മീഷൻ, മുതിരിയാർ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് പ്രിലിംസിനെ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ കുറിച്ച്, ഇപ്പൊ നെഹ്റുവിന് ശേഷം ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട വസ്തുതകൾ, ഇപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് പറയുന്നത് താഷ്കന്റ് കരാർ, നോക്കൂ ചേരിചേര നയം അല്ലെ, നമ്മൾ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നോക്കൂ, ഇന്ത്യ പാക് യുദ്ധം, ഇന്ത്യ ചൈനീസ് യുദ്ധങ്ങൾ, അടിയന്തരാവസ്ഥ കാര്യങ്ങള്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, ആത്മീയ സമയ ബ്രഹ്മസമാജവും തുടങ്ങിയിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനകള്, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ പോലെയുള്ള ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിക്കണം? ഈ ടോപ്പിക്കിനകത്ത്. ഇത്രയും കാര്യങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും നമ്മുടെ ഇന്ത്യൻ ചരിത്രവും, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
തൊണ്ടയ്ക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 മാർക്ക് കിട്ടും. 10ൽ 10 മാർക്കും നമ്മുടെ ചാനൽ മാത്രം കണ്ടു പഠിച്ചാൽ കിട്ടും. നന്നായിട്ട് കുറച്ചുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ SCERT ഡീപ്പായിട്ട് ഒന്നുകൂടി പഠിച്ചാൽ ഉറപ്പിച്ച് നമുക്ക് 10 മാർക്ക് സെറ്റാക്കാം. ഏറ്റവും പുതിയ SCERT ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രത്തിലെ 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സ്, 10ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കേട്ടോ. നോക്കൂ, മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോ മീസോ നാഷണൽ ഫ്രണ്ട് എവിടെ വരുന്നതാണ്? ആ ഒരു സംഘടന, അതിന്റെ നേതാവ് ലാൽ ഡെങ്കെ എത്ര പേർക്ക് അറിയാം? നാഗ നാഷണൽ കൗൺസിൽ അഗാമി സഫു ഫിസോ എത്ര പേർക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. അടുത്ത ക്ലാസ്സിൽ വിശദമായി ഈ ഒരു SCERT ചാപ്റ്റർ, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, ഈ 2 ചാപ്റ്റർ ഇതാ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിലെ പിള്ളേരുണ്ട്, അവർക്ക് ഞാൻ ഒരു 10 ദിവസം എടുത്ത് പഠിപ്പിച്ച ചാപ്റ്ററാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അവരോട് ചോദിച്ചാൽ മതി, അവർ കമന്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ 104 പേജാണ് ആ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചത്. 104 പേജ് PDF കൊടുത്തു അവർക്ക്. SCERT മാത്രമല്ല, വിശദമായി പഠിപ്പിച്ചു. ഇത്തരത്തിൽ ഒരു ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബാച്ചാണ് നിലവിൽ കമ്പനി മോഡൽ LGS ഉള്ളത്. രണ്ടാമത്തെ ബാച്ച് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ബാച്ച് കഴിഞ്ഞ വേരിയസ് LGS-നായിരുന്നു. 500 പേരുടെ ബാച്ചിൽ 200 പേർക്ക് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു മികച്ച ബാച്ച് ആയിരുന്നു കഴിഞ്ഞ LGS. അതുപോലെ ഈ പ്രാവശ്യം കമ്പനി ബോർഡ് LGS-നെ ഒരു 250 ഉദ്യോഗാർത്ഥികൾ ചുരുങ്ങിയത് 500 ആണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്നു എന്നൊരു ഫീൽഡ്, ഒരു കുടുംബമായി പഠിക്കുന്ന ആളുകൾ, അതിൽ നിന്നും 250 500 പേര് നമ്മൾ ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ വരണം. അതിനുവേണ്ടി ശക്തമായി കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ട്. സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മെയ് 10-ാം തീയതിയാണ്. താല്പര്യമുണ്ടെങ്കിൽ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കാം. പ്രിലിംസ് കിട്ടിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിൽ തുടർന്ന് പഠിക്കാം. മെയിൻസിനും ഉണ്ട് ബാച്ച്, പ്രിലിംസിനും മെയിൻസിനും കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിലിംസിന്റെ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്യാം. ഫീസും കാര്യങ്ങളും വാട്സ്ആപ്പ് നമ്പറോടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരസ്യമായിട്ട് വേണമെങ്കിൽ കരുതാം. താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായി പരീക്ഷകൾ, മോക്ക് ടെസ്റ്റുകൾ, ഒരുപാട് ചോദ്യങ്ങൾ, പരീക്ഷകൾ തരും. അതിന്റെ PDF നോട്ടും അതിന്റെ ടിക്ക് മാർക്കും കാര്യങ്ങളും PDF ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും SCERT ചാപ്റ്റേഴ്സും ഈ കാണുന്ന മറ്റുള്ള ടോപ്പിക്കും എല്ലാം നന്നായി പഠിച്ച് 10 മാർക്ക് ഹിസ്റ്ററിയിൽ മാത്രമല്ല ഇതുപോലെ ഓരോ ടോപ്പിക്കും നോക്കൂ. ഇപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ആ ചാപ്റ്റർ അധികം ചോദ്യങ്ങളൊന്നും വരാറില്ല. പക്ഷെ ആ ചാപ്റ്ററിനകത്ത് നോക്കൂ, അസമത്വത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സാന്താൾ കലാപവും മുണ്ടാ കലാപവും കുറിച്ച കലാപവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചോദ്യം ആവശ്യമുണ്ട് കേട്ടല്ലോ. ഇനി പഴയ SCERT ഒഴിവാക്കണം മാഷേ? ഒരിക്കലും ഒഴിവാക്കുന്നില്ല. പഴയ SCERT നമ്മൾ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, പഴയ SCERT-ക്കകത്ത് കുറച്ച് അധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ചാപ്റ്റർ വരുന്നുണ്ട്. 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കച്ചവടത്തിന് അധികാരത്തിലേക്ക്, ചെറുത്തുനിൽപ്പും, ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും. ഇത് തന്നെയാണ് പുതിയ ചാപ്റ്ററിലുള്ളത് കേട്ടോ. അപ്പൊ ചെറിയ മാറ്റങ്ങളുണ്ട്, പുതിയ പുതിയ ഫാക്ടുകളൊക്കെ പുതിയ SCERT-ക്കകത്തുണ്ട്. അപ്പൊ ഇത്രയും പഴയ SCERT-ലെ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. ഇതെല്ലാം പഠിച്ചാലാണ് 10 മാർക്ക് കിട്ടുക. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഒരു 4 ആഴ്ചയിൽ നോക്കൂ, നിങ്ങൾ ഒരു ദിവസം ഹിസ്റ്ററി പഠിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം ഒരു 3 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 4 × 3 ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു 3 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഒരു 12-15 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിയിലെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് നന്നായി പഠിക്കാൻ പറ്റും. ഒരുമിച്ച് 15 മണിക്കൂർ പഠിക്കുന്ന കാര്യമല്ല. വിവിധ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ 15 മണിക്കൂർ കണ്ടെത്തി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്ന ആ സമയം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ബാച്ച് ചേർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നൽകിയ ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റും SCERT ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് PDF ടെലഗ്രാം ചാനലും കൊടുക്കും. നോക്കൂ, 2 ചോദ്യങ്ങൾ ഞാൻ പറയട്ടെ. 10ാം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും മുമ്പത്തെ SCERT-ലെ ചോദ്യങ്ങളാണ്. ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിലവിൽ നമ്മുടെ ബാച്ചിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് നൽകും. വിപ്ലവത്തിൽ 57-ലെ കലാപത്തിൽ വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്ത ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ലക്നൌവിൽ. ലക്നൌവിൽ മാത്രമല്ല ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം കൊടുത്തു. ഒന്ന് കമന്റ് ചെയ്ത പിള്ളേരെ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചിത്രകാരനുമായ സർ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? SCERT-ക്കകത്ത് പറയാണ്, ബാലഗംഗാധര തിലകനെയാണ് അദ്ദേഹം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവായിട്ട് വിശേഷിപ്പിച്ചത്. നോക്കൂ, 10ാം ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്ററാണ് സംസ്കാരവും ദേശീയതയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കലാ, ചരിത്രം, സംസ്കാരം, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? ഒന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം. ഇത് രണ്ടും നിങ്ങൾ കമന്റ് ചെയ്യുക.
നിങ്ങൾ കമന്റിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഒരു ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് ബാച്ച് മെയ് 10 ആണ്. പക്ഷേ മെയ് 5 ഒക്കെ ആകുമ്പോൾ അഡ്മിഷൻ മിക്കവാറും ക്ലോസ് ചെയ്യും. ഇത്ര പേരെ മാത്രം എടുക്കൂ. പ്രിലിംസ് ഓൺലി ബാച്ച് ആണ്. 370 രൂപയാണ് ഫീസും സാധാരണ പറയാറ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അതുപോലെ മെയിൻസിന് വരെയുള്ള ക്ലാസ്സുകളുണ്ട്, അതിന്റെയും ബാച്ച് ഉണ്ട്. നിങ്ങൾ അന്വേഷിക്കുക, വാട്സ്ആപ്പ് മെസ്സേജ് അയക്കട്ടോ. ഞാൻ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ 10 മാർക്ക്. ഇനി ജോഗ്രഫിയിലേക്ക് വന്നാലോ? നമ്മൾ ജോഗ്രഫി ഇതുപോലെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ കണ്ട നിങ്ങൾ ഹരിത വിപ്ലവം, ഊർജ്ജ മേഖല ഇങ്ങനെ തുടങ്ങിയിട്ട് ജോഗ്രഫി നമ്മൾ ഇതുപോലെ പഠിക്കും. ജോഗ്രഫിയിലെ 9ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് അത് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ 10 മാർക്ക്, ഇന്ത്യൻ ജോഗ്രഫി 10 മാർക്ക്, ഇന്ത്യൻ ഹിസ്റ്ററി 10 മാർക്ക്, ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് പഠിച്ച് ഇനി ഒരു 60 ദിവസം നല്ലൊരു സ്റ്റഡി പ്ലാൻ സെറ്റാക്കി നന്നായിട്ട് മനസ്സിരുത്തി അങ്ങോട്ട് ഇരുന്ന് പഠിക്കുക കേട്ടല്ലോ. അങ്ങനെ നമുക്ക് ഒരു 80+ മാർക്ക് പ്രിലിംസിന് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന പ്രിലിംസിനല്ല, നമുക്ക് മെയിൻസ് ആണ്. മെയിൻസിന് നല്ലൊരു റാങ്ക് വാങ്ങിയിട്ട് നിങ്ങൾ സ്വപ്നം കണ്ട ആ ജോലിയിലേക്ക് പ്രവേശിക്കാം. 2027 എല്ലാവർക്കും സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സാർമാരുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.